പുറത്തു കൊടുക്കാം എന്ന് പറയുമ്പോഴും ഷഹീദായ മനുഷ്യൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന കിരീടത്തിലെ ഒരു വജ്രത്തിന് പോലും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോഴും ഷഹീദായ മനുഷ്യൻ്റെ ആത്മാവ് ഒരു പച്ചക്കിളിയുടെ രൂപത്തിൽ സ്വർഗത്തിൽ പാറി നടക്കുമെന്ന് പറയുമ്പോഴും ആ നന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും അതിന് കാരണങ്ങൾ പറയുകയും ചെയ്യുന്നു. അത് മുനാഫിഖീങ്ങളുടെ മനസ്സായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തൂരി സീനാ പർവ്വതത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത, തബൂക്കിൻ്റെ വേളയിൽ സ്വഹാബത്ത് നേടിയെടുത്ത ആ മനസ്സായിരിക്കണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് ആരുടെയും സമ്മതം ചോദിക്കാതെയാണ്. നമ്മൾ ഏത് തറവാട്ടിൽ ജനിക്കണമെന്നോ, ആരുടെ മകനായി ജനിക്കണമെന്നോ, ഏത് നാട്ടിൽ ജനിക്കണമെന്നോ ഒന്നും നമ്മളല്ല തീരുമാനിച്ചത്. അതല്ലേ പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്, ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലയോ? എന്താണ് എന്ന് ഓർക്കപ്പെടാൻ കഴിയാത്ത കാലഘട്ടമാണ്. ഒരു 200 വർഷം മുമ്പേ നമ്മൾ അഡ്രസ്സ് ഒന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഒരു പേരുണ്ട്, ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു ഉപ്പുണ്ട്, ഒരു ഉമ്മയുണ്ട്, ഒരു നാടുണ്ട്. ഒരു 300 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു 400 വർഷം മുമ്പ് നമ്മുടെ കുടുംബ പേരെന്തായിരുന്നു നമുക്ക് പറയാൻ സാധിക്കുമോ? അതുപോലത്തെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇനി അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്മതം ചോദിക്കാതെ, നമ്മുടെ അനുവാദം ചോദിക്കാതെ, ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത നേരത്ത്, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹ് പിടിച്ചെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അയ്യമൂത ബി അർളിൻ. ഒരു നാട്ടിൽ വെച്ച് ഒരാൾ മരണപ്പെടണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ. അല്ലാഹു ഒരാവശ്യം അവനവിടേക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മരണപ്പെടേണ്ടത് ഇന്ന ഭാഗത്ത് വെച്ചാണ് എങ്കിൽ അവിടേക്ക് നമുക്കൊരാവശ്യം ഉണ്ടാക്കുകയും അവിടേക്ക് നമ്മളെ എത്തിക്കുകയും അവിടെ വെച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയും ചെയ്യും. ദുബായിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ദുബായിലൊരു ജോലി ശരിയായി, ആ ജോലിക്ക് വേണ്ടി നമ്മൾ യാത്ര പുറപ്പെട്ടു, അവിടെ എത്തി 2ാമത്തെ ദിവസം മരണപ്പെട്ടു. എന്താണ് കാരണം? ദുബായിൽ വെച്ചിട്ടാണ് അവൻ്റെ റൂഹ് പിടിക്കേണ്ടതെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ആകാശത്ത് വെച്ച് റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? കടലിൽ വെച്ച് റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? അവിടേക്കൊരാവശ്യമുണ്ടാക്കുകയും അവിടേക്ക് നമ്മളെ എത്തിക്കുകയും അവിടെ വെച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണുവാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ നമ്മൾ നിസ്സഹായരാണ്, നിസ്സാരനാണ് മനുഷ്യൻ. നമ്മുടെ മരണത്തെ ഒന്ന് തടുത്തു മാറ്റുവാൻ പോലും, നമ്മുടെ മരണത്തെ ഒന്ന് നീക്കി വെക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ മരണത്തിൻ്റെ വേള എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ടോ വൈകിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. അല്ലാഹു ഒരുപാട് കാലമായി ഗൾഫിൽ പോയി, 40 വർഷം 50 വർഷം ചോര നീരാക്കി ഞാൻ വിയർപ്പൊഴുക്കി, ഞാൻ എൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു ഉരുള പോലും പിശുക്കി, ഞാൻ എൻ്റെ സമ്പാദ്യമെല്ലാം ഉണ്ടാക്കിയത് ഈ വീട് പണിക്ക് വേണ്ടിയാണ്. നാളെ അതിൻ്റെ കുടിരിക്കലാണ്. അതുവരെയെങ്കിലും ഒന്ന് നീട്ടിത്തരുമോ? നീട്ടിത്തരൂ. 18 വർഷം 19 വർഷം 20 വർഷം എൻ്റെ കണ്ണിലുണ്ണി പോലെ ഞാൻ നോക്കി വളർത്തിയ എൻ്റെ മകളാണ്. നാളെ അവളുടെ നിക്കാഹാണല്ലോ. ആ നിക്കാഹ് കഴിയുന്നത് വരെയെങ്കിലും ഒന്ന് നീട്ടിത്തരുമോ? ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കൾ യതീമീങ്ങളാണ്, അവരനാഥരാണ്. അല്ലാഹു, അവർ പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും നീ ഒന്ന് നീട്ടിത്തരുമോ? ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഒരു സെക്കൻഡ് ഇങ്ങോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരികയില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്യാനുള്ള ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമുക്ക് അദ്കാറുകൾ ചെല്ലാനും, നമുക്ക് ഖുർആൻ ഓതാനും, ഇതുപോലെ വിജ്ഞാന സദസ്സുകളിൽ വന്നിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഇഅ്തികാഫിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് നന്മകളിലേക്ക് മുന്നേറുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങൾക്കെല്ലാം വിലക്ക് വീഴുന്ന, ഈ സമയമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ,
റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊൻ, മനുഷ്യൻ പറയുമെന്നാണ്, റബ്ബേ ഒന്ന് തിരിച്ചയക്കുമോ, റബ്ബേ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചയക്കുമോ, എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിച്ചയക്കുമോ. മനുഷ്യൻ ആ സമയത്ത് കരയുമെന്ന്, മനുഷ്യൻ ആ സമയത്ത് കേഴുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നിമിഷത്തിൽ എന്തോ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് ദുനിയാവിലേക്ക് തിരിച്ചു പോകുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ധാരാളം നന്മകളുണ്ട് റബ്ബേ. ഇപ്പോഴും നമസ്കാരം ഒന്ന് കൃത്യമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഖുർആൻ പാരായണം ഒന്ന് കൃത്യമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നന്മകളിലേക്ക് മുന്നേറുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ റബ്ബിർജിഊൻ, ആ മനുഷ്യൻ മരണസമയത്ത് കരയുമെന്നാണ്, റബ്ബേ ഒന്ന് തിരിച്ചേക്കുമോ, ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചേക്കുമോ, വിട്ടേച്ചു പോയ നന്മകളെല്ലാം ചെയ്യുവാൻ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചേക്കുമോ. സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹ് പറഞ്ഞില്ലേ, ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. എനിക്ക് തോനെ സമയമൊന്നും വേണ്ടല്ല, ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം മതി, വളരെ ചുരുങ്ങിയ നിമിഷം ഒന്ന് തരുമോ. ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. എന്താ അള്ളാന്റെ മറുപടി? കല്ലാ, വേണ്ടടോ, ഇനി ആ വർത്തമാനം വേണ്ട. 70 വർഷം ജീവിച്ചിട്ട്, 60 വർഷം ജീവിച്ചിട്ട്, 80 വർഷം ജീവിച്ചിട്ട് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് നന്മകൾ ചെയ്യണമെന്ന ബോധം അവനിൽ ഉദിക്കുന്നത്. കല്ലാ, വേണ്ടടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മലക്കുകളെ, അതവൻ്റെ വെറും വർത്തമാനം മാത്രമാണ്. അവനെ തിരിച്ചയച്ചാൽ അവന് ഇനിയും ചെയ്യാനുള്ളത് പഴയ പണി തന്നെയാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ അവനുള്ളത് ബർസഖാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്തുള്ള വിലാപങ്ങൾക്കൊന്നും വിലയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള ഈ അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര ഭീകരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൻ്റെ രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തിൻ്റെ രംഗം പറയുമ്പോൾ അല്ലാഹ് പറയാണ്, കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ, റൂഹങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, പെരുവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഗർ 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 ശബ്ദമുണ്ടാകും. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോൾ ഗർ ഗർ ശബ്ദമുണ്ടാകും. ആർത്തുരച്ചു വരുന്ന ഒരു മഹാസമുദ്രം മുന്നിലുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ചു തീർക്കാൻ മാത്രം ദാഹമുള്ള ഒരു രംഗം. ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് പോലും പ്രവാചകൻ്റെ അരികിൽ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അതിലേക്ക് ഇങ്ങനെ കൈവെക്കും, നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. ഇന്ന് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 23 വർഷം താൻ ഉയർത്തിപ്പിടിച്ച ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ, ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ്, ആരുണ്ടടോ ഒന്ന് മന്ത്രിച്ചു തരുവാൻ, ആ വേദനയിൽ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? ഇപ്പം നമുക്കിങ്ങനെ രോഗം വന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് ബെഡിൽ കടന്നാലും നമ്മുടെ ഭാര്യ ഇങ്ങനെ ബെഡിനെ തമ്പത്ത് വന്നിരിക്കും. ഇക്കാക്ക് വെള്ളം എന്തെങ്കിലും വേണോ, ചൂടുവെള്ളം വേണോ, ബ്രെഡ് വേണോ, ബെന്ന് വേണോ? നമ്മുടെ മക്കൾ വരും. നമ്മുടെ മക്കൾക്ക് രോഗമായി കഴിഞ്ഞാൽ നമ്മൾ വരും. പൈസ അല്ലേ, അയൽവാസികൾ സഹായിക്കും. ആശുപത്രിയെ കൊണ്ടുപോകണോ, ചികിത്സക്ക് പണം വേണോ, നാട്ടുകാർ സഹായിക്കും. സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ആ വേദനയിൽ നിന്നൊന്ന് മന്ത്രിച്ചു തരുവാൻ ആരുണ്ട്? വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഈ ആയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആയത്താണ്. വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി.
ഖുർആൻ മരണത്തിന് ഉപയോഗിച്ച ഒരു പദം ഫിറാഖ് എന്നാണ്. ഫിറാഖ് എന്ന് പറഞ്ഞാൽ എന്താ? വേർപാട്. ഇനിയൊരു തിരിച്ചുവരവില്ല. ഒരു പനി വന്നാലും ഒരു വലിയ അസുഖം വന്നാലും ആശുപത്രിയിലേക്ക് പോയി ചികിത്സ കഴിഞ്ഞ് 5 ദിവസം കടന്നാൽ 6 ദിവസം കടന്നാൽ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് തിരിച്ചു പോകാം എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പ്രവാസ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാലും 2 വർഷം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, മരണമെന്ന് പറഞ്ഞാൽ ഫിറാഖ്. ഇനി വീട്ടിലേക്കൊരു തിരിച്ചുപോക്കില്ല, ഇനി മക്കളുടെ അടുത്തേക്കൊരു തിരിച്ചുപോക്കില്ല, ഇനി ഭാര്യയുടെ അടുത്തേക്കൊരു തിരിച്ചുപോക്കില്ല. വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഒരുപക്ഷെ നമ്മുടെ ഉമ്മയുടെ മയ്യത്തിൻ്റെ ആ കഫം പുടവ മാറ്റി ഉമ്മയുടെ നെറ്റിയിൽ അവസാനമായി ചുംബനങ്ങൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉപ്പയുടെ ആ മയ്യത്തിൻ്റെ കട്ടിൽ തോളിലേറ്റി ഖബർസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി ഉപ്പയെ മറമാടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഖുർആൻ്റെ പ്രയോഗം നോക്കുങ്ങൾ. എൻ്റെ ഉമ്മ മരിച്ചത് നോക്ക്, എൻ്റെ അപ്പ മരിച്ചത് നോക്ക്. ഇതൊന്നുമല്ല ഖുർആൻ്റെ പ്രയോഗം. വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. ഞാനറിയും എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ വിട്ടേച്ചുകൊണ്ട് ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. എൻ്റെ ചുറ്റുമുള്ളവരെ വിട്ടേച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ അറിയുന്ന നിമിഷം, പ്രിയമുള്ളവരെ, ആ സമയത്ത് ചുറ്റുമുള്ളവരെല്ലാം ഓടി നടക്കുകയാണ്. നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ജനാസ സംസ്കരണത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചുറ്റുമുള്ളവരെല്ലാം ഓടി നടക്കുമ്പോഴും നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം കരയുമ്പോഴും പുഞ്ചിരി തൂകിയ മുഖവുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മരണം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുവഹിദീങ്ങളായി ഇസ്തിഖാമത്തോടു കൂടിയുള്ള മരണം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉളുഹിയത്തിന് പോത്തിനറക്കണ രംഗം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉളുഹിയത്തിന് പോത്തിനറക്കണ രംഗം, പ്രിയമുള്ളവർ, അതുപോലെയാണ് നമ്മുടെ മരണം. പോത്തിനർത്ഥം എന്താ ഉണ്ടാവുക? ആ പോത്തിൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങാൻ തുടങ്ങും, പോത്തിൻ്റെ താടിയെല്ലുകൾ ഇങ്ങനെ താഴാൻ തുടങ്ങും, പോത്തിൻ്റെ കാലുകൾ തമ്മിൽ കൂടിപ്പണിയാൻ തുടങ്ങും. ഇതുപോലെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. കണങ്കാലുകൾ തമ്മിൽ വിപരീത ദിശയിലേക്ക് പിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണത്. ഇപ്പം നമുക്ക് മറ്റുള്ളവരോട് കുറേ ബാധ്യതകളുണ്ട്. അൽ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറയണം, തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുക്കല്ലാ പറയണം, ഉപദേശം വെച്ച് ഉപദേശം കൊടുക്കണം. അങ്ങനെ 6ഓളം ബാധ്യതകൾ. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മോട് മറ്റുള്ളവർക്ക് ബാധ്യതകൾ വരുന്ന ദിവസമാണ്. റൂഹ് പിടിച്ച് മുകളിലേട്ട് പോയി കഴിഞ്ഞാൽ കൃഷ്ണമണി ആ റൂഹിനെ പിന്തുടരും, കണ്ണ് വെള്ള നിറമായി തീരും. ആ സമയത്ത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ് കണ്ണൊന്ന് അടച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ താടിയെല്ലുകൾ തൂങ്ങും, ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് അതൊന്ന് ചെവിയിലേക്ക് കൂട്ടിക്കെട്ടേണ്ടത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ്. വിപരീത ദിശയിലേക്ക് പിരിഞ്ഞു നിൽക്കുന്ന കണങ്കാലുകൾ ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടേണ്ടത് ചുറ്റുമുള്ളവരുടെ ബാധ്യതയാണ്. ആ സമയം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി പ്രിയമുള്ളവരെ, നന്മകളിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അല്ലാഹു അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിക്കാൻ, റസൂലെ കൈഫസ്തഅമലഹു, എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുവഫിഖില്ലാഹു, അല്ലാഹു അവന് തൗഫീഖ് കൊടുക്കും അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗഫീഖ് നൽകും. അതുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറുവാൻ, നമ്മുടെ ദീനിലുള്ള സ്ഥലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദീനിലുള്ള സ്പേസ്. മദീന പള്ളിയിൽ രാത്രിയിൽ ജനാസ നമസ്കാരം നടക്കുന്നു. സ്വഹാബത്തെല്ലാം ഒരു സ്ത്രീക്ക് വേണ്ടി രാത്രിയിൽ ജനാസ നമസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല, പ്രവാചകൻ ഉറങ്ങാണ്. ജനാസ നമസ്കരിച്ച് ആ സ്ത്രീയെ കൊണ്ടുപോയി സ്വഹാബത്ത് മറമാടുന്നു. പിറ്റേ ദിവസം രാവിലെ റസൂലുള്ളാഹിയോട് വിവരമറിയിക്കുന്നു. ജനാസ നമസ്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി അവരോട് കോപിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വരുന്നു. എന്തിനു വേണ്ടി? ഒരു സ്ത്രീയുടെ ജനാസ നമസ്കരിക്കാത്തതിനു വേണ്ടി.
ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ജനാസ നമസ്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കോപിക്കുന്നു. ആരാണവൾ? മദീന പള്ളിയിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും നമസ്കരിച്ചിരുന്ന സ്ഥലം അടിച്ചു വാരിയിരുന്ന, വൃത്തിയാക്കിയിരുന്ന സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി അവളുടെ ഖബറിനരികിലേക്കെത്തി അവിടെ വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി നമസ്കരിക്കുന്നു. അവളുടെ ദീനിലുള്ള സ്ഥാനം, സ്പേസ് അവൾ കണ്ടെത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ദീനിലെ സ്ഥാനം എവിടെയാണ്? മരണത്തിന് മുമ്പ് ദീനിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ, ഒരു സ്പേസ് കണ്ടെത്താൻ, ഒരിടം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. 2 രൂപത്തിലുള്ള മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. 2 രൂപത്തിലുള്ള മരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസ്വാരി സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ അൻസ്വാരിയുടെ ഖബറിനരികിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബാക്കളും പുറപ്പെടുകയാണ്. അവിടെ എത്തിയപ്പോൾ വലമ്മാ യുൽഹദ്, ഖബറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. സ്വഹാബത്ത് അവിടെ കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നു. സ്വഹാബത്ത് പ്രവാചകൻ്റെ ചുറ്റും കൂടിയിരുന്നു. സ്വഹാബി പറയാണ്, കഅന്നമാ അലാ റുഊസിന ത്വയ്ർ, ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒരു കിളിയുള്ളതുപോലെ. അഥവാ ഒരു കിളി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയിരിക്കണം, അതുപോലെ ഞങ്ങൾ അനങ്ങാതിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. യൻകുതു ഫിൽ അർള്, ആ വടി കൊണ്ട് റസൂലുള്ളാഹി മണ്ണിൽ എന്തോ ഇങ്ങനെ വരക്കാണ്. എന്നിട്ട് തലയുയർത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിലുള്ള മരണങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഹദീസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. 2 രൂപത്തിലുള്ള മരണങ്ങൾ എങ്ങനെയാണത്? റസൂലുള്ളാഹി പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന, ആഖിറത്തിലേക്ക് അടുക്കുന്ന അഥവാ മരണത്തിൻ്റെ ആ സമയത്ത് നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീളുൽ വുജൂഹ്, നല്ല വെളുവെളുത്ത മുഖമുള്ള മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം കാണാൻ നല്ല പ്രകാശമുള്ള സൂര്യനെ പോലെയായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിലെ കഫംപുടവകളുണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗീയ സുഗന്ധങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാകും. ഹത്താ യജ്ലിസു മിൻഹുമദ്ദൽ ബസ്ർ സുമ്മ യജീഉ മലക്കുൽ മൗത്ത് ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി. എന്നിട്ട് മലക്കുകൾ വന്ന് അവൻ്റെ തലക്കരികിലിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് വന്ന് അവൻ്റെ തലക്കരികിലിരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് അവനോട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഓ ശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതുപോലെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും നീ പുറത്തേക്കുക. റസൂലുള്ളാഹി പറയുന്ന, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴിച്ചാൽ എത്ര ലളിതമായി അത് പുറത്തേക്ക് വരുമോ അതുപോലെ ആ ആത്മാവ് പുറത്തേക്ക് വരും. ആ ആത്മാവ് പുറത്തേക്ക് വന്നാൽ മലക്കുൽ മൗത്ത് അതിനെ സ്വീകരിക്കും. ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദിഹി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും തൻ്റെ കൈകളിൽ അത് വെക്കുകയില്ല. അത് തൻ്റെ കൂടെയുള്ള മലക്കുകളുടെ ആ സ്വർഗീയ കഫം പുടവയിലേക്ക് ആ മയ്യത്തിനെ, ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇട്ടുകൊടുക്കും. ഫയഖ്റുജു മിൻഹാ കഅത്യബി നഫഖതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർള്, ആ മയ്യത്തിൽ നിന്നൊരു സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഭൂമിയിൽ അനുഭവിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധമായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഫയസ്അദൂന ബിഹാ, ആ ആത്മാവുമായി മലക്കുകൾ ആകാശത്തിലേക്ക് കയറി തുടങ്ങും. ഓരോ ആകാശത്തിലെത്തുമ്പോഴും അവിടെയുള്ള മലായിക്കത്തുകൾ ചോദിക്കും, മാ ഹാദ റൂഹു ത്വയ്യിബു, ഈ ശുദ്ധമായ ആത്മാവ് ആരുടേതാണ്? അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്നവൻ്റെ മകൻ ഇന്നവൻ്റെ ആത്മാവാണ്. അങ്ങനെ 7-ാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ നിങ്ങൾ എൻ്റെ അടിമയുടെ പേര് എഴുതി വെക്കൂ. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കൂ. കാരണം ഭൂമിയിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് തന്നെ അവൻ തിരിച്ചു പോകണം. മറ്റൊരു തവണ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. ഫതുആദു റൂഹുഹു, അവൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും.
അങ്ങനെ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ 2 മലക്കുകൾ വരും. ഫയുജിലിസാനിഹി, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അവൻ പറയും, റബ്ബി അല്ലാഹ്, എൻ റബ്ബ് അല്ലാഹു ആണ്. മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? അത് മുഹമ്മദുൻ റസൂലുള്ളാഹിയാണ്. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അൻ സ്വദഖ്ത അബ്ദി, എൻ്റെ അടിമ, അൻ സ്വദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരി നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കുക. വ അൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾ അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ അവന് തുറന്നിട്ട് കൊടുക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വത്വീബിഹാ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അതിൻ്റെ സുഗന്ധവും അതിൻ്റെ പരിമളവുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി, അവൻ്റെ ഖബർ വിശാലമാകാൻ തുടങ്ങും. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, ആ സമയത്ത് അവൻ്റെ ഖബറിലേക്ക് നല്ല മുഖമുള്ള ഒരു മനുഷ്യൻ കടന്നു വരും. ഹസനു സിയാബ്, നല്ല വസ്ത്രമായിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടാവുക. ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധമായിരിക്കും അയാളിൽ നിന്ന് പുറത്തേക്ക് വരിക. ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയും, അബ്ശിർ ബില്ലദീ യസുറുക, നിനക്ക് ലഭിച്ച ഈ എളുപ്പങ്ങൾ കൊണ്ട്, ഈ സന്തോഷങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കും, മൻ അന്ത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കണ്ടാൽ നന്മകളുമായി വന്നവനെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആ വന്ന മനുഷ്യൻ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ ദുനിയാവിലെ സൽക്കർമ്മങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നിന്റെ നമസ്കാരങ്ങൾ, നിന്റെ നോമ്പുകൾ, നിന്റെ ഖുർആൻ പാരായണങ്ങൾ, നിന്റെ തഹജ്ജുദുകൾ, നിന്റെ തൗബകൾ, നിന്റെ ഇസ്തിഗ്ഫാറുകൾ, നിന്റെ ദുനിയാവിലെ നന്മകളാണ് ഞാൻ. അന അമലുക സ്വാലിഹ്. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബി അഖിമിസ്സാ, റബ്ബേ അന്ത്യനാളൊന്ന് സംഭവിക്കണേ. കാരണം അയാൾക്കിനി വരാനുള്ളത് സ്വർഗീയ സുഗന്ധങ്ങളാണ്, സ്വർഗീയ അനുഗ്രഹങ്ങളാണ് എന്ന് ആ മനുഷ്യനറിയാം. ഇതാണ് പ്രിയമുള്ളവരെ ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ ഒരു മരണം റസൂലുള്ളാഹി പഠിപ്പിച്ചു, വ ഇന്നൽ അബ്ദൽ കാഫിറ, ഒരു കാഫിറായ അവിശ്വാസിയായ തെമ്മാടിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്നകലുമ്പോൾ, പരലോകത്തേക്കടുക്കുമ്പോൾ, അഥവാ അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, നല്ല കറുകറുത്ത മുഖമായിരിക്കും അവരുടേത്. മഅഹുമുൽ മസൂഹ്, നല്ല പരുക്കൻ കഫംപുടവകളായിരിക്കും അവരുടെ കൈകളിലുണ്ടാവുക. അവർ വന്നുകൊണ്ട് അവൻ്റെ കണ്ണത്തും ദൂരത്തിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് വരികയും അവൻ്റെ തലക്കരികിലിരിക്കുകയും, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഓ മോശമായ മ്ലേച്ഛമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലേക്കും നീ പുറത്തേക്ക് വരൂ എന്ന് പറയും. അപ്പോൾ ഈ ആത്മാവ് ഇങ്ങനെ ശരീരത്തിൽ കടന്ന് പിടയാൻ തുടങ്ങും. മലക്കുൽ മൗത്ത് ശക്തമായ റൂഹിനെ വലിച്ചെടുക്കും. റസൂലുള്ളാഹി പറയാണ്, ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ട്, അതിൻ്റെ ഉള്ളിൽ കൊളുത്തുകളുള്ള ഒരു വടിയുണ്ടെങ്കിൽ ആ വടി നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് എത്ര പ്രയാസം ഉണ്ടായിരിക്കും. കുറച്ച് അവിടെ കൊളുത്തും, കുറച്ച് ഇവിടെ കൊളുത്തും, കുറച്ച് പഞ്ഞി അവിടെ കുടുങ്ങും. അങ്ങനെ വളരെ ശക്തമായി, വളരെ വേദനാജനകമായ രൂപത്തിൽ അവൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കും.